ഗിരിമാവൻ പോയി? ഞാനേ ആ ഷാരോടെ പാടല്ലേ അവിടെ, അത് പാട്ടത്തിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് നോക്കാൻ വേണ്ടി വന്നാ. അല്ല, ഗിരിമാവന് ഇത് എന്തോത്തിന്റെ സൂക്കേട്? ഇതിന് മാത്രം 10,000 പൈസ പൂത്തിരിപ്പുണ്ടോ? ഉള്ള പാട്ടത്തിന് കണ്ടോ എല്ലാം എടുത്ത് വെറുതെ കൃഷി ചെയ്ത് നശിപ്പിക്കാൻ അത്ര ഇരിപ്പാണ് കൊണ്ട് പൈസ ആറ്റി കൊണ്ട് ഒഴുക്കാൻ നോക്കും. ഒന്നും ഉണ്ടായിരിക്കണ അവിടെ. എന്ത് പറഞ്ഞാലും എണ്ണം കെട്ട വർത്താനേ പറയും. ഇവിടെ ഒരു കർഷകന്റെ വില എന്താണെന്നറിയോ എനിക്ക്? എടാ, ഭൂമിയുടെ സ്പന്ദനം തന്നെ കൃഷിയിലാ. ആഹാ, ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണെന്ന് ചാക്കോമാഷ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതാദ്യം ചാക്കോമാഷ് എന്നെ പഠിപ്പിച്ച ഈ പുരാവസ്തു ഗിരിമാവൻ ഒരു കുന്തം അറിയത്തില്ല. ചാക്കോമാഷ് എന്ന് പറയുന്ന ആടുതോമയുടെ അപ്പൻ സ്ഫടിക സിനിമയിലെ നീ ഇങ്ങനെ സിനിമയും കണ്ടിട്ട് മൂക്കറ്റം തിന്നിട്ട് കുംഭകർണനെ പോലെ കടന്നുറങ്ങി ഭീമസേനെ പോലെ ഇങ്ങനെ നടന്നോ? അറിയണ്ടല്ലോ എനിക്ക്. ബോഡി ഷേമിങ് നിർത്തിക്കോ. ആഹാരം കഴിച്ചതിന്റെ പേരിൽ ആക്ഷേപം പറഞ്ഞാൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. ഞാൻ വെറുതെ തിന്ന് കുംഭകർണന്റെ കൂട്ട് കിടക്കുന്നതല്ല, കഷ്ടപ്പെട്ടിട്ട് ആഹാരം കഴിക്കുന്നത്. അറിയാവോ? ആഹാരം കഴിക്കാൻ കഷ്ടപ്പാടാ? അതെന്ത് കഷ്ടപ്പാട്? ഇത് 1000 നോട്ടീസ് ഉണ്ട്. നാളത്തെ വോളിബോൾ ഗ്രൗണ്ടിന്റെ കല്ലിടിയിൽ നമ്മുടെ ക്ലീറ്റോ മച്ചമ്പി ചെയ്യുന്നതിന്റെ ഉദ്ഘാടനത്തിന് നോട്ടീസാ. ഇത് മൊത്തം ഇവിടെ വിതരണം ചെയ്യണ അനൗൺസ്മെന്റ്. 3 നേരം ആഹാരം 300 രൂപ കിട്ടും. വെറുതെ ഇരുന്നാ കിട്ടുമോ? ഈ നാണം കെട്ട ഗരണം കെട്ട പണിക്കൊക്കെ മനുഷ്യൻ നിൽക്കൂടാ. കുറച്ച് നിലയും വിലയുള്ള വല്ല പണിക്കുമ്പോ കൂടെ. നിലയും വിലയുള്ള പണി ചെയ്യുന്ന ഒരാള് വലിയ കർഷകശ്രീ പോലും. ഒരിടത്ത് ആൾക്കാരെ നിർത്തി കൃഷി ചെയ്തിട്ട് അത് വിളവ് വരുമ്പോ കൊണ്ടുപോയി ചീര അച്ചിങ്ങ ചന്തയെ കൊണ്ടുപോയി ചീര അച്ചിങ്ങന്ന് വിളിച്ചു പറയുന്ന കർഷകശ്രീ. എന്താണ് അന്തസ്സുള്ള ജോലിയാണ്. അത് അന്തസ്സുള്ള ജോലിയാണ്. വെറുതെ നീ എന്നോട് ചൊറിയാൻ വരല്ലേ? മനുഷ്യൻ ദേഷ്യം പിടിപ്പിച്ചാണല്ലോ. നീ ഇപ്പൊ എന്താ ഇവിടെ നിൽക്കണേ? മാമനിപ്പൊ പോയി നോക്കിയില്ലേ ഷാരയുടെ മറ്റേ കണ്ടം? അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ DDTയിലെ പുരുഷന്റെ വീട്. അവരിപ്പോ ഇതിലേ വരും. എന്നിട്ട് നോട്ടീസ് ഇടാൻ പോണം. അവൻ പോയിക്കോ. ഞാൻ നായരുടെ കടയിലേക്ക് ഒരു ചായ മടി മേടിച്ചു തരാം. വേണ്ട, എന്നിട്ട് അത് നാട് നീളെ പറഞ്ഞോണ്ട് കൊടുക്കാനല്ലേ? വേണ്ടായേ. എൻ്റെ മച്ചമ്പി നോട്ടീസ് വിതരണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ കൊടുത്തിരുന്ന എൻ്റെ ഇടപാട് നീ. പോട്ടെ അയ്യോ, നോട്ടീസ് വെള്ളത്തിൽ പോയല്ലോ. അയ്യോ, കാലൊഴിവാറങ്ങി പറയാതെ പോയി. ഇതാണ് എൻ്റെ നോട്ടീസ് വിതരണം. നോട്ടീസ് മുഴുവനും വെള്ളത്തിൽ ഒഴുക്കി വിട്ടിട്ട് 3 നേരം ഭക്ഷണം ശമ്പളവും അല്ലേ? ഇത് വെള്ളത്തിൽ ഒഴുക്കി വിട്ടല്ല. ഞാൻ ക്ലീറ്റനോട് പറയാൻ. അല്ലല്ല, ഇതേ തോട്ടറമ്പിലെ കുറെ വീടുകളുണ്ട്. അപ്പൊ അവർക്കുള്ള നോട്ടീസ് വെള്ളത്തിൽ വഴി വിട്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അതെ അല്ലേ? മാന്യമായിട്ടുള്ളൊരു പണി പറഞ്ഞാൽ അത് ചെയ്തുകൂടായിരുന്നില്ലടാ. വെറുതെ അവനെ പറ്റിച്ച് തിന്നാൻ നിൽക്കണ. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. പറയല്ലേ. ഈ 1000 നോട്ടീസ് ഞാൻ വിതരണം ചെയ്ത് എന്റെ ഇടപാട് തീരും. പ്ലീസ് പറയരുത്. പറ്റിപ്പോയി അബദ്ധം. പ്ലീസ് പറയണ്ട. മാമനല്ലേ, പ്ലീസ്. ശരി, പറയാണ്ടിരിക്കാം. ഞാൻ പറയണ പോലെ നീ ചെയ്യോ? ആയിരേട്ടന്റെ അവിടെ പോയി ആഹാരം കഴിക്കല്ലേ? പാപ്പ കഴിക്കും. ക്ലീറ്റോനെ വിളിക്കാം. അതല്ല, എന്തോ പറ. കർഷകൻ നാടിന്റെ ഐശ്വര്യം എന്നും പറഞ്ഞൊരു 101 പ്രാവശ്യം അധികം വേണ്ട. ഞങ്ങൾ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? അല്ലല്ല, ഇത് ഇപ്പോഴത്തെ ഫാഷനാ. കർഷകൻ ഈ നാടിന്റെ ഐശ്വര്യം. ഇത് കിട്ടാ ഒരു 101 പ്രാവശ്യം. കർഷകൻ ഈ നാടിന്റെ ഐശ്വര്യം. 1. കർഷകൻ ഈ നാടിന്റെ ഐശ്വര്യം. കർഷകൻ ഈ നാടിന്റെ ഐശ്വര്യം. കർഷകൻ ഈ നാടിന്റെ ഐശ്വര്യം.